9th സ്റ്റാൻഡേർഡ് CBSE ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിന്റെ അടുത്ത ഒരു ഓൺലൈൻ ക്ലാസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ASA, SAS, അങ്ങനെ AAS അങ്ങനെ 3 ക്രൈറ്റീരിയ ഓഫ് കോൺഗ്രുവൻസി എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണ്? അതിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്, എക്സസൈസ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇങ്ങനെയാണ്: ഇൻ ക്വാഡ്രിലാറ്ററൽ ABCD കേട്ടോ, ഇൻ ക്വാഡ്രിലാറ്ററൽ ABCD AC is equal to AD, AC equal to AD എന്ന് പറയുന്നുണ്ട്. ആൻഡ് AB bisects angle A, AB bisects angle A, ആംഗിൾ A, ഈ കാണുന്ന ആംഗിളിനെ AB എന്ന ലൈൻ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ബൈസെക്ട് ചെയ്യുക മീൻസ് രണ്ട് ഈക്വൽ പാർട്ട് ആക്കുന്നു. അതായത് ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് ഈ ഒരു സെന്റൻസ് പറയുന്നത്. ശരിയല്ലേ? ഷോ ദാറ്റ് ട്രയാംഗിൾ ABC മുകളിലത്തെ ട്രയാംഗിൾ കോൺഗ്രുവന്റ് ട്രയാംഗിൾ ABD താഴത്തെ ട്രയാംഗിൾ, മുകളിലത്തെയും താഴത്തെയും ട്രയാംഗിൾസ് കോൺഗ്രുവന്റ് ആണെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആൻസർ ചെയ്യാൻ പോവാണ്. ആദ്യം തന്നിരിക്കുന്ന എഴുതാം. ഗിവൺ AC ഈക്വൽ ടു AD അല്ലെ, ACയും ADയും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. എവിടെയാണ്? രണ്ട് ട്രയാംഗിൾസ് ആണ്. ഏതൊക്കെ ട്രയാംഗിൾസാ? ഇൻ ട്രയാംഗിൾ ABC ആൻഡ് ട്രയാംഗിൾ ABD. ഓക്കെ, ട്രയാംഗിൾ ABCയും ABDയും കൺസിഡർ ചെയ്താൽ തന്നിട്ടുണ്ട് ABCയിലെ ACയും ABDയിലെ ADയും എന്താണ്? ഈക്വൽ ആണ്. അതുപോലെ രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ ഈ ആംഗിളിന്റെ പേരെന്താ? ആംഗിൾ CAB. ആംഗിൾ CAB ഈക്വൽ ടു ആംഗിൾ, അപ്പൊ ഈ താഴത്തെ ആംഗിളിന്റെ പേരെന്താ? BAD. അല്ലെങ്കിൽ തിരിച്ചു വേണമെങ്കിൽ പറയാം, നമ്മൾ മുകളിൽ നിന്നല്ലേ പറഞ്ഞേ CAB എന്ന് പറഞ്ഞെങ്കിൽ താഴെ നിന്ന് പറഞ്ഞാൽ മതി. എന്താണ്? ആംഗിൾ DAB അല്ലെ, ഈസ് ഈക്വൽ ടു ആംഗിൾ DAB. അതിന്റെ കാരണം എന്താ? ഗിവൺ തന്നെയാണ്. എന്താ കാരണം? AB bisects angle A, അതുകൊണ്ടാണ് ആംഗിൾ ഈക്വൽ ആയത് അല്ലെ. AB bisects angle A. ഓക്കെ, അപ്പോൾ രണ്ട് ആംഗിൾസും എന്തായി കഴിഞ്ഞു? ഈക്വൽ ആയി കഴിഞ്ഞു. അപ്പൊ AC is equal to AD, ആംഗിൾ CAB is equal to ആംഗിൾ DAB. ഇനി നമുക്ക് നോക്കാം. ഇവിടത്തെ സൈഡ് AB എന്ന സൈഡ് ഇതിന് രണ്ടിനും കോമൺ അല്ലേ? ട്രയാംഗിൾ ABCക്കും ട്രയാംഗിൾ ABDക്കും കോമൺ ആണ്. ആര്? AB എന്ന സൈഡ്. ശരിയല്ലേ? അപ്പോ AB ഈക്വൽ ടു AB എന്ത് സൈഡാണത്? കോമൺ സൈഡ് അല്ലെ, കോമൺ സൈഡ്. അപ്പൊ നമ്മൾ നോക്കിയേ, ആംഗിൾ സൈഡ് ശരിയല്ലേ? ഈ സൈഡും ഈ ആംഗിളും ഇത് കോമൺ അല്ലെ. അപ്പോ സൈഡ് ആംഗിൾ സൈഡ്, ഇവിടെയും സൈഡ് ആംഗിൾ സൈഡ്. ശരിയല്ലേ? അപ്പോ രണ്ട് ട്രയാംഗിൾസും എന്ത് ട്രയാംഗിൾസ് ആണ്? കോൺഗ്രന്റ് ട്രയാംഗിൾസ് ആണ് അല്ലെ. ദാറ്റ് ഇംപ്ലൈസ് ട്രയാംഗിൾസിന്റെ പേരെന്താ? ട്രയാംഗിൾ ABC കോൺഗ്രുവന്റ് ട്രയാംഗിളിന്റെ പേര് ABD. ABC കോൺഗ്രുവന്റ് ട്രയാംഗിൾ ABD. ഏത് ക്രൈറ്റീരിയ ആണ്? സൈഡ് ആംഗിൾ സൈഡ് SAS അല്ലെ, SAS കോൺഗ്രുവൻസ് റൂൾ അല്ലെ, SAS കോൺഗ്രുവൻസ് റൂൾ പ്രകാരം രണ്ടും എന്താണ്? കോൺഗ്രുവന്റ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: L and M are two parallel lines intersected by another pair of parallel lines P and Q. Okay, അതായത് L ഉം M ഉം എന്ത് ലൈൻസ് ആണ്? L and M are parallel lines intersected by another pair of parallel lines P and Q. So L ഉം M ഉം parallel, P ഉം Q ഉം parallel. ഓക്കെ, എന്ത് പ്രൂവ് ചെയ്യണം? ട്രയാംഗിൾ ABC എന്ന ട്രയാംഗിളും ട്രയാംഗിൾ CDA എന്ന ട്രയാംഗിളും എന്താണെന്ന് പ്രൂവ് ചെയ്യണം? കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ABC എന്ന ട്രയാംഗിളും CDA എന്ന ട്രയാംഗിളും കോൺഗ്രുവന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം, പല രീതിയിലും പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മളോട് പറയുന്നുണ്ട് L ഉം M ഉം പാരലൽ ലൈൻസ് ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. ഗിവൺ L and M are parallel, L ഉം
എമ്മും പാരലൽ ആണെങ്കിൽ ഈ ട്രയാങ്കിൾസിനെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ എൽ എന്ന് പറയുന്ന ലൈൻ ഇവിടെ ആരാണ്? എ ഡി ആണ്. ശരിയല്ലേ? ഈ സി ഡി എ എന്ന ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം എൽ എന്ന ലൈനിന്റെ അതിലെ പാർട്ട് ആരാണ്? എ ഡി ആണ് അല്ലെ? ദാറ്റ് ഇംപ്ലൈസ് ഇവിടെ നമുക്ക് പറയാം എ ഡി പാരലൽ. ഓക്കെ, ഇവിടെ എം എന്ന ലൈൻ ഈ എ ബി സി എന്ന ട്രയാങ്കിളിൽ എം എന്ന ലൈൻ വരുന്നത് എവിടെയാണ്? ബി സി ആണ്. ബി സി അല്ലെ? സോ എ ഡി പാരലൽ എന്താണ്? ബി സി. എ ഡി പാരലൽ ബി സി. ഇനി നമുക്ക് നോക്കി എ സി എങ്കിൽ എന്തായിരിക്കും? ഒരു ട്രാൻസ്വേഴ്സൽ ആയിരിക്കില്ലേ? ശരിയല്ലേ? ഇത് രണ്ടും പാരലൽ ലൈൻസ്. അപ്പോ ഇതൊരു ട്രാൻസ്വേഴ്സൽ ആയിരിക്കില്ലേ? എ സി ഈസ് എ ട്രാൻസ്വേഴ്സൽ ആൻഡ് എ സി ഈസ് എ ട്രാൻസ്വേഴ്സൽ അല്ലെ? എ സി അവിടുത്തെ ഒരു ട്രാൻസ്വേഴ്സൽ ആണ് എങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ്, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? ഇത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ശരിയല്ലേ? സോ ദാറ്റ് ഇംപ്ലൈസ് ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ട്? ആംഗിളിന്റെ പേര് ഡി എ സി. ആംഗിൾ ഡി എ സി ഈക്വൽ ടു ഇവിടത്തെ ആംഗിളിന്റെ പേരെന്താ? ബി സി എ അല്ലെ? ആംഗിൾ ബി സി എ എന്ത് ആംഗിൾസ് ആണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ശരിയല്ലേ? സെയിം ആയിട്ട് നമുക്കറിയാം പി എന്ന ലൈനും ക്യൂ എന്ന ലൈനും പാരലൽ ആണെന്ന് പറയുന്നുണ്ട് അല്ലെ? ഗിവൺ പി ആൻഡ് ക്യൂ ആർ പാരലൽ അല്ലെ? പി എന്ന ലൈനും ക്യൂ എന്ന ലൈനും എന്താണ്? പാരലൽ ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ട്രയാങ്കിൾസിലുള്ള ലൈൻ ആരൊക്കെയാണ്? ട്രയാങ്കിൾസിൽ വരുന്നത്. ഓക്കെ, ഈ ആദ്യത്തെ ട്രയാങ്കിൾ, ഈ മുകളിലത്തെ ട്രയാങ്കിളിൽ ആരാ വരുന്നേ? മുകളിലത്തെ ട്രയാങ്കിൾ വരുന്ന ആരാണ്? സി ഡി എന്ന പാർട്ടാ വരുന്നത് അല്ലെ? സി ഡി അല്ലെ? സി ഡി എ എന്ന ട്രയാങ്കിളിൽ ക്യൂവിൽ വരുന്ന പാർട്ട് ആരാണ്? സി ഡി ആണ്, പാരലൽ. ഇനി എ ബി സി എന്ന ട്രയാങ്കിളിൽ പിയിൽ വരുന്ന പാർട്ട് ആരാണ്? എ ബി. അപ്പൊ സി ഡി പാരലൽ എ ബി അല്ലെങ്കിൽ എ ബി പാരലൽ സി ഡി. ശരിയല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെയും ഈ രണ്ട് ലൈൻസിനെ ചരിച്ചു വരയ്ക്കാം. ആരൊക്കെയാ? ഇത് സി ഡിയും ഇത് എ ബിയും. ഓക്കെ, അവിടെയും ഇങ്ങനെ നോക്കിയാലും ഇതെന്താണ്? ഒരു ട്രാൻസ്വേഴ്സൽ ആണ്. ശരിയല്ലേ? ട്രാൻസ്വേഴ്സൽ ആണ്. ഇങ്ങനെ ഒരു ട്രാൻസ്വേഴ്സൽ ആണ് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. ചരിച്ച് നോക്കിയാൽ മതി, അപ്പൊ കൺഫ്യൂഷൻ വരില്ല. അപ്പൊ ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ്. ഇതൊരു ട്രാൻസ്വേഴ്സൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതും എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ശരിയല്ലേ? അപ്പോ ആൻഡ് അവിടെയും ആരാണ് ട്രാൻസ്വേഴ്സൽ? എ സി തന്നെയാണ് അവിടെയും ട്രാൻസ്വേഴ്സൽ. ആൻഡ് എ സി ഈസ് എ ട്രാൻസ്വേഴ്സൽ. അപ്പൊ എ സി ട്രാൻസ്വേഴ്സൽ ആയതുകൊണ്ട് അവിടെ രണ്ട് വരെയുള്ള ആംഗിൾസിന്റെ പേരെന്താ? ഈ ആംഗിളിന്റെ പേര് ആംഗിൾ ഡി സി എ. ആംഗിൾ ഡി സി എ ഈക്വൽ ടു ആംഗിൾ ഡി സി എ ഈ ആംഗിൾ ആണ്. ഈ ആംഗിളിന്റെ പേരെന്താ? ആംഗിളിന്റെ പേര് ബി എ സി. ആംഗിൾ ബി എ സി. അതും എന്ത് ആംഗിൾസ് തന്നെയാണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് അല്ലെ? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഇനി നമുക്ക് അപ്പൊ തന്നെ പറയാം ഈ രണ്ട് ട്രയാംഗിൾസും കോൺഗ്രുവന്റ് ആണെന്ന് പറയാം. കാരണം ഈ എ സി എന്ന ലൈൻ രണ്ട് ട്രയാംഗിൾസിന്റെയും എന്ത് സൈഡാണ്? കോമൺ സൈഡാണ്. എ ബി സി എന്ന ട്രയാംഗിളിലും എ സി ഉണ്ട്. അതുപോലെ സി എ ഡി അല്ലെങ്കിൽ സി ഡി എ എന്ന ട്രയാംഗിളിലും ആരുണ്ട്? എ സി ഉണ്ട് അല്ലെ? സോ എ സി ഈക്വൽ ടു എ സി എന്ത് സൈഡാണ്? എ സി ഈക്വൽ ടു എ സി കോമൺ സൈഡ്. നിങ്ങൾ നോക്കിയേ, എ ബി സി എന്ന ട്രയാംഗിൾ എടുത്താൽ എ സി എന്ന ഒരു സൈഡും അതിലെ രണ്ട് ആംഗിൾസും അല്ലെ? ആംഗിൾ സൈഡ് ആംഗിൾ. അതുപോലെ സി എ ഡി അല്ലെങ്കിൽ സി ഡി എ എന്ന ട്രയാംഗിൾ എടുത്താലും അതിലെയും ഒരു സൈഡാണ് എ സി, അതിലെ രണ്ട് ആംഗിൾസ്. കണ്ടോ? ആംഗിൾ സൈഡ് ആംഗിൾ അല്ലെ? അപ്പോ രണ്ട് ട്രയാംഗിൾസും എന്തായേ പറ്റൂ? കോൺഗ്രുവന്റ് ആയേ പറ്റൂ അല്ലെ? ദാറ്റ് ഇംപ്ലൈസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന പോലെ ട്രയാംഗിൾ എ ബി സി
കോൺഗ്രുവന്റ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ പേര് CDA. CDA ഏത് പ്രോപ്പർട്ടിയാണ്? ആംഗിൾ സൈഡ് ആംഗിൾ അല്ലെ. ASA കോൺഗ്രുവൻസ്. ASA കോൺഗ്രുവൻസ് റൂൾ. ഓക്കെ, hence rule. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. AB is a line segment and P is its midpoint. AB ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. ആ ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് ആണ് ആര്? P എന്ന് പറഞ്ഞാൽ AP എന്ന ലൈനും തിരിച്ച് BP എന്ന ലൈനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ APയും BPയും ഈക്വൽ ആണെന്ന് ഫസ്റ്റ് ലൈനിൽ നിന്ന് കിട്ടി. ഇനി D and E are points on the same side of AB such that angle BAD is equal to angle ABE. Okay, D യും E യും രണ്ട് പോയിന്റ്സ് ആണ്. എങ്ങനെയുള്ള പോയിന്റ്സ് ആണ്? അതുകൊണ്ടുണ്ടാവുന്ന ലൈൻ ആംഗിൾ BAD അല്ലെ. BAD ദാ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ അല്ലെ, BAD ഈക്വൽ ടു ആംഗിൾ ABE. ABE അല്ലെ. അപ്പോൾ ദാ ഈ കാണുന്ന ആംഗിൾ, വൺ ലൈൻ വരച്ച ആംഗിൾ, ഈ രണ്ട് ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ്. ആൻഡ് ആംഗിൾ EPA ദാ ഈ വരച്ച ഡബിൾ ലൈൻ ആംഗിൾ അല്ലെ, ഈസ് ഈക്വൽ ടു DPB. ഈ ഡബിൾ ലൈൻ ആംഗിൾ അത് രണ്ടും ഈക്വൽ ആണ്. എങ്കിൽ ഷോ ദാറ്റ് രണ്ട് കാര്യങ്ങൾ ഷോ ചെയ്യണം. എന്താണ്? ട്രയാംഗിൾ DAP കോൺഗ്രുവന്റ് ട്രയാംഗിൾ EBP യും AD ഈക്വൽ ടു B യും. ഓക്കെ, ഇങ്ങനെ കോൺഗ്രുവന്റ് പ്രൂവ് ചെയ്യാൻ തരുന്ന ക്വസ്റ്റ്യൻസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒക്കെ പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? ട്രയാംഗിൾസ് ഈ കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ CP CT വെച്ച് പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് സിമ്പിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ട്രയാംഗിൾസ് കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇനി അതിനായിട്ട് എപ്പോഴും നമ്മൾ നോക്കണം, ഫിഗർ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നിയാൽ, പെട്ടെന്ന് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഫിഗർ അല്ല, ഫിഗർ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നിയാൽ അതൊന്ന് മാറ്റി വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യന്റെ ആൻസർ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഇതിലെ ഏക ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് രണ്ടായിട്ട് വരച്ചു നോക്കാം. നമ്മുടെ രണ്ട് ട്രയാംഗിളിന്റെ പേര് DAP. DAP കണ്ടോ? ഈ ഒരു ട്രയാംഗിൾ, അതിനെ മാത്രം മാറ്റി ഞാൻ വരയ്ക്കുകയാണ് ഇങ്ങനെ. കണ്ടോ? ഇതാണ്, ഇത് A, ഇത് P, ഇത് D. ട്രയാംഗിളിന്റെ പേര് ട്രയാംഗിൾ DAP. ഓക്കെ, അതിലാണ് ഈ ആംഗിൾ പറഞ്ഞേക്കുന്നത്. ഇനി വേറെ ട്രയാംഗിൾ പറയുന്നുണ്ട് EBP. EBP അതും വരയ്ക്കാം. സ്പ്ലിറ്റ് ചെയ്ത് വരച്ചു. ഈ ആംഗിളും ഈ ആംഗിളുമാണ് ഈക്വൽ ആണെന്ന് പറഞ്ഞേക്കുന്നത്. ഇത് രണ്ടും ഈക്വൽ ആണ്, ഇതിനകത്ത് വരയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നില്ല. കാരണം ഇവിടത്തെ ഫുൾ ആംഗിൾ അല്ല അവിടെ തന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ലൈൻ പോയേക്കുന്നത് അല്ലെ. ഈ ലൈൻ പോയേക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ ഇവിടത്തെ കുറച്ച് ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ, അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനു മുന്നേ ഞാൻ തന്നിരിക്കുന്ന ആംഗിൾ തുടങ്ങാൻ പോവാണ്. ഗിവൺ ആംഗിൾ, ഈ ആംഗിളിന്റെ പേര് എന്താണ്? EPA അല്ലെ. EPA ഈക്വൽ ടു DPB എന്ന് പറയുന്നുണ്ട്. ആംഗിൾ EPA ഈക്വൽ ടു ആംഗിൾ DPB എന്ന് പറയുന്നുണ്ട് അല്ലെ. ഞാനത് ചെയ്യുന്നു. ഈ ഒരു ആംഗിൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഒരു ആംഗിൾ, ആംഗിളിന്റെ പേരെന്താ? ആംഗിളിന്റെ പേര് EPD. കേട്ടോ? EPD എന്നാണ് ആംഗിളിന്റെ പേര്. ഇതിന്റെ രണ്ട് സൈഡിലും ഞാൻ EPD എന്ന ആംഗിൾ ആഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, when equals are added to equals the wholes are equal. ശരിയല്ലേ? ഇവിടെ ആംഗിൾ EPA യുടെ കൂടെ ഓക്കെ ആരോടെ ആഡ് ചെയ്തു? ഇവിടത്തെ ആംഗിളിന്റെ പേര് EPD അല്ലെ. ആംഗിൾ EPD ഈക്വൽ ടു ഇവിടെയും ആംഗിൾ DPB യോട് ആരോടെ ആഡ് ചെയ്യാണ്? ഇതേ ആംഗിൾ EPD. നോക്കി, ഇതിന്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്താൽ ഇവിടത്തെ മൊത്തം ആംഗിൾ ആവില്ലേ? ഡോട്ട് ഇട്ട് കാണിച്ചു തരാം. മൊത്തം ആംഗിൾ ആവില്ലേ? ആംഗിളിന്റെ പേരെന്താ? ആംഗിൾ APD. കണ്ടോ? അപ്പൊ ഈ സൈഡ് എന്താവും? ആംഗിൾ APD അല്ലെ. APD. ഇപ്പൊ എനിക്ക് ആംഗിൾ അടയാളപ്പെടുത്താം. ഈ ആംഗിൾ ആണ് ഡോട്ടഡ് ആംഗിൾ. ശരിയല്ലേ? ഈസ് ഈക്വൽ ടു ഇപ്പുറത്തും DPB എന്ന് പറഞ്ഞാൽ DPB ഈ ആംഗിൾ ആണ്. അതിന്റെ കൂടെയും ഈ ഒരു പാർട്ടൂടെ വന്നാൽ എന്താവും?
ഞാൻ ഈ 6 ആംഗിൾ ലൈൻ വരച്ചിരിക്കുന്ന ആംഗിൾ ആയിട്ട് മാറും. അതിന്റെ പേരെന്താ ബി പി ഇ, ആംഗിൾ ബി പി ഇ. ശരിയല്ലേ? ബി പി ഇ ഈ ആംഗിൾ ആയിട്ട് മാറി. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ആംഗിൾ, ഇവിടെ ഒരു ആംഗിൾ, ഇവിടുത്തെ ആംഗിൾ. ഓക്കെ. ഇനി ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് പി അതിന്റെ മിഡ് പോയിന്റ് ആണ്. പി ഈസ് ഇറ്റ്സ് മിഡ് പോയിന്റ് എന്ന് പറയുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ ഇനി നമുക്ക് ട്രയാങ്കിൾസ് എടുക്കാം. ഇൻ ട്രയാങ്കിൾ ഈ ആംഗിളിന്റെ പേര് DAP. ഇൻ ട്രയാങ്കിൾ DAP ആൻഡ് ട്രയാങ്കിൾ EBP ആൻഡ് ട്രയാങ്കിൾ EBP. ഓക്കെ, രണ്ട് ട്രയാങ്കിൾസ് അല്ലേ? ആദ്യം തന്നിരിക്കുന്ന ആംഗിൾസ്, ഈ ഒറ്റ വര ആംഗിളിന്റെ പേരെന്താ? ആംഗിൾ BAD ഈക്വൽസ് ആംഗിൾ ABE എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ P മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആണ് നമ്മൾ നേരത്തെ എഴുതി വെച്ചു. AP ഈസ് ഈക്വൽ ടു BP അല്ലെ? AP ഈസ് ഈക്വൽ ടു BP അല്ലെ? അതിന് കാരണം P ഈസ് ഇറ്റ്സ് മിഡ് പോയിന്റ്, അല്ലെങ്കിൽ P ഈസ് മിഡ് പോയിന്റ് ഓഫ് ആര്? P ഈസ് മിഡ് പോയിന്റ് ഓഫ് AB. ഇതെന്താണ്? ഗിവൺ. ശരിയല്ലേ? ഓക്കെ, അത് രണ്ടുമായി. ഇനി നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചത് എന്താണ്? ഓൾസോ ഇപ്പൊ കണ്ടുപിടിച്ച ആംഗിൾ അതാരാ? ആംഗിൾ APD ഈക്വൽ ടു ആംഗിൾ BPE അല്ലെ? അത് ഷോൺ എബോവ്. നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഷോൺ എബോവ്. നോക്കിയേ, ഒരു സൈഡും അതിലെ രണ്ട് ആംഗിൾസും. ആംഗിൾ, സൈഡ്, ആംഗിൾ. ഇവിടെ ഒരു സൈഡും അതിലെ രണ്ട് ആംഗിൾസും. ആംഗിൾ, സൈഡ്, ആംഗിൾ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദാറ്റ് ഇംപ്ലൈസ് ട്രയാങ്കിളിന്റെ പേരെന്താ? ട്രയാങ്കിൾ DAP കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ EBP. ടു ട്രയാങ്കിൾ EBP. ഏത് ക്രൈറ്റീരിയ? ആംഗിൾ, സൈഡ്, ആംഗിൾ. AS A കോൺഗ്രുവൻസ് റൂൾ. അപ്പൊ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് ആണ്. എന്താണ്? AD ഈക്വൽസ് B എന്നാണ്. നമുക്കറിയാം ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും കോൺഗ്രുവന്റ് ട്രയാംഗിൾസിനകത്ത് അല്ലെ? അപ്പോ AD നോക്കാം. AD കേട്ടോ, ഈ രണ്ട് വരയിട്ട ആംഗിളിലെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് AD. ഇവിടെയും നോക്കണം, രണ്ട് വരയിട്ട ആംഗിളിലെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ആര്? BE. അപ്പൊ നമുക്കറിയാം ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡായ ADയും ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡായ BEയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? ദാറ്റ് ഇംപ്ലൈസ് AD ഈക്വൽ ടു BE. ബ്രാക്കറ്റിൽ ചുമ്മാ എഴുതിയാൽ മതി. എന്താണത്? CPCT, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു തന്നു എന്താണ്? കുറച്ചു പാടുള്ള ഫിഗർ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, കോംപ്ലക്സ് ഫിഗർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ഫിഗറിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എക്സർസൈസ് 7.1 സെക്കൻഡ് ക്വസ്റ്റ്യനും അതുപോലെ 5th ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ചെയ്തു വെക്കുക. അടുത്ത ക്ലാസ്സിൽ ഒരു 2 ക്വസ്റ്റ്യനോട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ അവസാനിക്കും. നമുക്ക് നെക്സ്റ്റ് ഒരു സെക്ഷൻ, ഈ ചാപ്റ്ററിലെ അടുത്ത സെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.